ഹായ്, നമ്മളിന്നിപ്പോൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് റിവർ ബേസിൻസിനെ കുറിച്ചിട്ടാണ്. റിവർ ബേസിൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് റിവർ, റിവർ ബേസിൻ എന്താണ് എന്നുള്ളൊരു ലൈറ്റായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്താ, ബേസിൻ എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ വെള്ളം വീഴുന്നത് അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുന്നത്, റിവറിന് വേണ്ട സോഴ്സുകൾ ഏതൊക്കെയാണോ ആ ഏരിയനെയാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് നോക്കിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗമാണ്. കാരണം ഇവിടെയാണ് റെയിനും സ്നോ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഫുൾ ഡ്രെയിനേജ് ഭാഗത്തിനെ നമ്മൾ ബേസിൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഓക്കെ, അപ്പം റിവർ ബേസിൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്നിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ റിവർ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കിയേ, ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു സിംഗിൾ സ്ട്രീമായിട്ടല്ല. അല്ലെങ്കിൽ ഒരു ഭാഗത്തൊരു വെള്ളം ഇതേപോലെ ഉണ്ടാവുന്നു. ആ വെള്ളം ഇങ്ങനെ വന്ന് വലിയൊരു റിവറായിട്ട് മാറുന്നു. അത് തന്നെ താനേ വലിയൊരു റിവറായിട്ട് മാറുന്നതല്ല. പോകുന്ന വഴിക്ക് പല പല സ്ട്രീമുകൾ അതിൻ്റെ കൂടെ വന്ന് ചേർന്ന് അത് അവസാനം എന്താവുന്നു, ഒരു വലിയ സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സിസ്റ്റമായിട്ട് മാറുന്നു. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അല്ലേ. നമ്മൾ ഡെൻഡ്രൈറ്റ് പാറ്റേൺ എടുത്തിട്ടുണ്ടായിരുന്നു. പല ചെറിയ ചെറിയ സ്ട്രീമുകൾ കൂടി ചേർന്നിട്ടൊരു സിംഗിൾ ലാർജ് സ്ട്രീമായിട്ട് മാറുന്നത്. അതുപോലെ പല പല ബ്രാഞ്ചുകളും ഒന്ന് കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, ഒരു സിംഗിൾ റിവർ അല്ലെങ്കിൽ ഒരു വലിയ റിവർ സിസ്റ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ റിവറല്ല, അതൊരു റിവറിൻ്റെ നെറ്റ്വർക്കാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് ഭാരതപ്പുഴ എന്ന് അടിച്ചു കൊടുക്കുക, ഭാരതപ്പുഴ റിവർ മാപ്പ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മാപ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെവിടെയാണ് ഭാരതപ്പുഴ കിടക്കുന്നത്, ഇവിടെയാണ് ഭാരതപ്പുഴ കിടക്കുന്നത്. ഓക്കെ, നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പൊന്നാനി ബീച്ച്. അപ്പോൾ പൊന്നാനി ബീച്ചിൽ നിന്ന് എവിടെയാണ് ഭാരതപ്പുഴ. അപ്പോൾ ചമ്മറോട്ടം പാലമൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ബ്രാഞ്ച് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ബ്രാഞ്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിവർ വന്ന് ചേരുന്നുണ്ട്. ഓക്കെ, ഇതെന്ത് പുഴയാണ്, ഇത് കുന്തിപ്പുഴ. ഓക്കെ, ഇതെവിടെ നിന്ന് വരുന്നു, ഇതും പിന്നെ അതിൻ്റെ പിന്നാലെ എടുത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലാമന്തോള് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട. പിന്നെ അത് പിന്നെയും 2 ബ്രാഞ്ചായിട്ട് മാറുന്നു. ഒരു ബ്രാഞ്ച് ഒരു സൈഡിലേക്ക് പോകുന്നു, മറ്റൊരു ബ്രാഞ്ച് മറ്റൊരു സൈഡിലേക്ക് പോകുന്നു. അങ്ങനെ നോക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി വേണ്ട, അവസാനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയതേ ഏതെങ്കിലും ഒരു മൗണ്ടൻസിൽ ഇതേപോലെ വന്ന് ചേരും. ഇനി പിന്നെയും നമ്മൾ ഭാരതപ്പുഴയുടെ ഭാഗിലേക്ക് പോയി. ഓക്കെ, പിന്നെയും ഭാരതപ്പുഴയുടെ ബാക്കിലേക്ക് പോയി. അപ്പോൾ കുന്തിപ്പുഴ എടുത്തു. അത് കഴിഞ്ഞ് ബാക്കി ഭാരതപ്പുഴ അതങ്ങനെ പോയി പിന്നെയും ബാക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത് വന്ന് ചേരുന്നുണ്ട്. പിന്നെയും നമ്മളിങ്ങനെ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും വന്ന് ചേരുന്നുണ്ട്. ഇവിടെ എന്താ വന്ന് ചേരുന്നത്, ഗായത്രിപ്പുഴ വന്ന് ചേരുന്നുണ്ട്. പിന്നെ ഇടയിൽ തൂതപ്പുഴയൊക്കെ വന്ന് ചേരുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബ്രാഞ്ചായിട്ട് അതിങ്ങനെ മാറുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. കൂടുതൽ ബ്രാഞ്ചുകളായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭാരതപ്പുഴയിൽ ഇപ്പോൾ ഇവിടെ വേറൊരു പുഴ വന്ന് ചേരുന്നുണ്ട്. മുട്ടിക്കുളങ്ങരയിൽ നിന്ന് വേറൊരു പുഴ വന്ന് ചേരുന്നത്, മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം. പിന്നെയും എടുത്ത് അതിനകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴയിൽ നിന്ന് പിന്നെയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതപ്പുഴ അവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെയും പോയി അവസാനം തമിഴ്നാട്ടിലൊക്കെ എത്തി. തമിഴ്നാട്ടിൽ പോയിട്ട് വേറെ ഏതോ ഒരു ഡാമിലേക്കൊക്കെ എത്തി, തിരുമൂർത്തി ഡാം അവിടെയൊക്കെ എത്തി. പിന്നെയും നമ്മൾ ഇതേപോലെ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കിയതേ ഗായത്രിപ്പുഴ എടുത്തു. ഗായത്രിപ്പുഴ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ നമ്മൾ പിന്നാലെ പോയി ഒരു മംഗല റിവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് പിന്നെയും ബ്രാഞ്ചായിട്ട് പലതായിട്ട് പോയി ഇതേ അവസാനം മംഗലം ഡാം, പിന്നെ ഇവിടുന്ന് അങ്ങനെ ഉണ്ട് പോയി പിന്നെയും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അതേപോലെ തന്നെ അങ്ങനെ കുറേയധികം സംഗതികൾ. എന്നിട്ട് അവസാനം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുള്ളിയാർ ഡാം, അവസാനം മീങ്കര ഡാം. അപ്പോൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ റെയിൻ അലർട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന ഡാം തുറന്നു, അല്ലെങ്കിൽ ചുള്ളിയാർ ഡാം തുറന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന ഡാം മീങ്കര ഡാം തുറന്നു, അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ളൊരു ജാഗ്രത പാലിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ എവിടെയോ കിടക്കണം ഇതേപോലുള്ള ഡാം ഇതേപോലെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വെള്ളപ്പൊക്കം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കാരണം. അതായത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലായിരിക്കും ഈ ഡാം കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ലാസ്റ്റ് അവസാനം വന്ന് ചേരുന്നത് എവിടെ തന്നെയാണ്? ഈ ഫൈനലി ഈ റിവറിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരു റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിംഗിൾ റിവർ സിസ്റ്റം അല്ല, പല പല നെറ്റ്വർക്ക് ഓഫ് റിവേഴ്സ് കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ലാർജ് സിസ്റ്റം ഓഫ് റിവറായിട്ടാണ് മാറുക. ഇപ്പോൾ റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ബഹുഭൂരിഭാഗം വെള്ളം വരുന്ന ഒരു മെയിൻ സ്ട്രീം ഉണ്ടാവും. അതിനെ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുക. ആ മെയിൻ സ്ട്രീമിലേക്ക് കൂടിച്ചേരുന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ട്രിബ്യൂട്ടറീസ് കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഒരു ലാർജ് റിവർ സിസ്റ്റം ഉണ്ടാകുന്നത്. ആ റിവർ സിസ്റ്റത്തിൻ്റെ മൊത്തം ഡ്രെയിനേജ് പാറ്റേൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പോക്കുവരവ് ഡ്രെയിനേജ് പാറ്റേൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഒരു റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, വെള്ളം ഒഴുകി പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു വെള്ളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴുകി പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എലിവേഷൻ ഡിഫറൻസ് ഉണ്ടാവണം. നോക്കിയേ, ഇപ്പോൾ ഇവിടെയാണ് റിവർ ഒറിജിനേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, കടൽ വരയ്ക്ക് എങ്ങനെ പോകണം? ഇങ്ങനെ ഒരു സ്ലോപ്പിൽ കുറഞ്ഞ് ഇങ്ങനെ പോകണം, എന്നാലേ കടൽ വരെ അത് ഒഴുകി എത്തത്തുള്ളൂ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ നോക്കിയേ, മലയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് അവസാനിക്കുന്നു അല്ലേ. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രിബ്യൂട്ടറീസും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ ഹയർ റീജിയൻസിൽ നിന്ന് ഇങ്ങനെ ഉദ്ഭവിച്ച് എല്ലാ ഭാഗത്തും വന്ന് ചേർന്ന് അവസാനം ഒരു സിംഗിൾ റിവറായിട്ട് വരുന്നു. അപ്പോൾ തന്നെ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ അല്ലെങ്കിൽ ഒരു സെക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് നോക്കിയേ ഒരു സോസറോ അല്ലെങ്കിൽ ഒരു ഡെവറയോ ഒന്ന് കമത്തി വെച്ച പോലില്ലേ, ഒരു വാഷ് ബേസിൻ്റെ ഒരു എൻഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോസറോ ഒരു ഡെവറയോ ഒരു കുഴിയുള്ളൊരു പിഞ്ഞാണോ അതൊക്കെ പോലെ നമുക്ക് തോന്നുന്നില്ലേ. അപ്പോൾ ഈ എൻറ്റയർ സിസ്റ്റത്തിനെ, ഈ പിഞ്ഞാണം പോലുള്ള ഈ എൻറ്റർ സിസ്റ്റത്തിനെ, അതായത് ആ വലിയ റിവർ സിസ്റ്റം ഉൾക്കൊള്ളുന്ന എൻറ്റയർ സിസ്റ്റത്തിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഈ ബേസിനുകൾ ഡ്രെയിൻ ചെയ്യുന്ന അവസാനത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീ ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 സെക്ഷൻസ് കിടക്കുന്നുണ്ട്. ഒന്ന് ബേ ഓഫ് ബംഗാൾ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അറബിക്കടലും ഉണ്ട്. ബേ ഓഫ് ബംഗാളും ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട് അറബിക്കടലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിനൊക്കെ ചെന്ന് അവസാനിക്കാൻ പറ്റുന്ന ഒന്ന് അറബിക്കടലിൽ ചെന്ന് അവസാനിക്കും, പിന്നെ ഒന്ന് എവിടെയും ചെന്ന് അവസാനിക്കും, ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡ്രെയിനേജ് എവിടെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ അറേബ്യൻ സീ. അപ്പോൾ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഏതൊരു റിവർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അവസാനം ചെന്ന് മുട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ എവിടെ അറേബ്യൻ സീ. അപ്പോൾ 2 ഡ്രെയിനേജാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് അറേബ്യൻ സീ ഡ്രെയിനേജ് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്. ഒന്നുകിൽ അറേബ്യൻ സീ ഡ്രെയിനേജ് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഈ മാപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചില റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഈ ഭാഗത്ത് ഇപ്പോൾ നർമ്മദ നദി നിങ്ങളെടുത്തോ. നർമ്മദ ഇവിടെ നിന്ന് ഉദ്ഭവിച്ചിട്ട് എവിടേക്കാണ് വന്ന് ചേരുന്നത്? ഇവിടെ വന്ന് ചേരുന്നത്. അപ്പോൾ ആ നർമ്മദയുടെ ചുറ്റുമുള്ള ആ ഒരു കുഴിയും പിഞ്ഞാണൊക്കെ ഉള്ള ആ ഒരു സെക്ഷനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു? അതിൻ്റെ ബേസിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഇപ്പോൾ ഗംഗ നിങ്ങളെടുത്ത് നോക്കിയേ, ഗംഗ അവിടെ നിന്ന് ഉദ്ഭവിക്കുന്നത്, ഇവിടെ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉദ്ഭവിച്ചിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് ബംഗ്ലാദേശിൽ ചെന്ന് ചേരുന്നു.
ഇതിൻ്റെ ഇടയിൽ പല പല റിവേഴ്സും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്ന് ചേരുന്നു. അപ്പോൾ ആ ഒരു സിംഗിൾ സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ലാർജ് ബേസിനാണ്. നോക്കിയേ, ഇത്രയും ഭാഗത്തുള്ള ഒരു ലാർജ് ബേസിനാണ്. ഇപ്പം ഇതിൻ്റെ ഒരു 3 ഡയമെൻഷൻ്റെ ഫോം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, നേരത്തെ കണ്ട പോലെ ഇതുപോലെ ഒരു കപ്പും സോസറിൻ്റെ ഷേപ്പിലുള്ള ഒരു സെക്ഷനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ നമ്മൾ ആദ്യം പറഞ്ഞു വന്നേ, ആദ്യം റിവർ ബേസിൻ എന്താണെന്ന്. റിവർ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നെറ്റ്വർക്ക് സിസ്റ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുത്തുന്ന അല്ലെങ്കിൽ ഫുൾ ഡ്രെയിനേജ് പാത്ത് ഉൾക്കൊള്ളുന്ന ഒരു 3 ഡയമെൻഷണൽ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാപ്പ്, 3 ഡയമെൻഷണൽ മാപ്പ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവർ ബേസിൻ. എന്തുകൊണ്ടാണ് ബേസിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്? അതിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് ഒരു വാഷ് ബേസിൻ പോലെയാണ്. കറക്റ്റ് ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാഷ് ബേസിൻ്റെ ഉൾഭാഗം പോലെയാണ്, കുറച്ച് കുഴിഞ്ഞിട്ടുള്ളൊരു ഉൾഭാഗം പോലെയാണ് അതിൻ്റെ ഭാഗിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ റിവർ ബേസിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈ റിവർ ബേസിനിൽ വെള്ളം ഉൾക്കൊള്ളുന്ന ഓരോ സ്ഥലങ്ങളെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് വാട്ടർ ഷെഡ്. അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചോ അല്ലെങ്കിൽ സെക്ഷനോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്ഷനിൽ മഴ പെയ്ത് ഡ്രെയിൻ ചെയ്യുന്ന ആ ഒരു റേഞ്ചിനെ നമ്മൾ ജനറലി ചെറിയ ചെറിയ സ്മോൾ സെക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ ഷെഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി വാട്ടർ ഷെഡുകൾ കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സിംഗിൾ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലാർജ് റിവർ ബേസിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ആ റിവർ ബേസിൻ എവിടേക്ക് ഒഴുകി പോകുന്നു? ഫൈനലി ഒരു കടലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേയിലേക്കോ. ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ ഉൾത്തള്ളി നിൽക്കുന്ന ഒരു സെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേയിലേക്കോ ഇവർ വന്ന് ചെന്ന് അവസാനിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിന് അവസാനിക്കാൻ ആകെ കൂടി 2 ഓപ്ഷനേ ഉള്ളൂ. ആ പറഞ്ഞ സംഗതിയാണ്, ഒന്നുകിൽ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കാം, അല്ലെങ്കിൽ അറേബ്യൻ സീയിൽ ചെന്ന് അവസാനിക്കാം. അപ്പോൾ 2 ഫൈനൽ ഡ്രെയിനേജ് പാത്തുകളുള്ളൂ. ഇപ്പോൾ ഈ ഭാഗത്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നർമ്മദ റിവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നർമ്മദ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രെയിനേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറേബ്യൻ സീ ആണ്. ഇപ്പോൾ തപ്പി റിവറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൻ, അതിൻ്റെ ഡ്രെയിനേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറേബ്യൻ സീ ആണ്. ഇപ്പോൾ ഗംഗ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രെയിനേജ് ബേസിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേ ഓഫ് ബംഗാളാണ്. ഇപ്പോൾ ഗോദാവരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോദാവരി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൻ അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളൊരു ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നും ഇപ്പം ഡൽഹി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയുടെ താഴെയായിട്ട് കുറച്ച് സെക്ഷനിൽ എന്തുണ്ട്, കുറച്ച് മൗണ്ടേനിയസ് റീജിയൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡൽഹി. ഈ കാണുന്ന ചെറിയ സെക്ഷനാണ് ഡൽഹി. ഈ ഡൽഹിയുടെ ഇത്രയും ഭാഗം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കുലർ റീജിയനിൽ എന്തുണ്ട്, ഒരു സെക്ഷൻ ഓഫ് മൗണ്ടൻസ് ഉണ്ട്. പിന്നെ ഇവിടെ അരാവല്ലി മൗണ്ടൻസ് ഉണ്ട്. രാജസ്ഥാൻ്റെ ഈ ഭാഗത്തായിട്ട് അരാവല്ലി മൗണ്ടൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിന്ധ്യ മൗണ്ടൻസ് ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഇവിടെ സഹ്യാദ്രി അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗത്തിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇത്രയും ഭാഗത്തിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റിവേഴ്സ് എല്ലാം അറേബ്യൻ സീയിൽ വന്ന് ഡ്രെയിൻ ചെയ്യുകയും ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള റിവേഴ്സ് എല്ലാം ബേ ഓഫ് ബംഗാളിൽ വന്ന് ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരയുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് മൊത്തം എവിടെ വന്ന് ഡ്രെയിൻ ചെയ്യുന്നു, അറേബ്യൻ സീയിൽ വന്ന് ഡ്രെയിൻ ചെയ്യുന്നു. റൈറ്റ് സൈഡിലുള്ളത് ബേ ഓഫ് ബംഗാളിൽ വന്ന് ഡ്രെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ അരുവികൾ ഭാരതപ്പുഴയും അതേപോലെ തന്നെ പെരിയാറും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏത് ഡയറക്ഷനിലാണ്, അതൊക്കെ അറബിക്കടലിലാണ് വന്ന് ചെന്ന് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അറേബ്യൻ സീ. അപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് കാവേരിയുടെ ഡ്രെയിനേജ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്, അത് ബേ ഓഫ് ബംഗാൾ. ഓക്കെ, യെസ്. അപ്പം അത് നമ്മൾ പഠിച്ചു, റിവർ ബേസിൻ പഠിച്ചു. അതിനുശേഷം എന്താ, ഡ്രെയിനേജ് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലിറ്ററലി ഇതാണ്,
ടൈപ്സ് ഓഫ് റിവേഴ്സാണ്. നമ്മുടെ റിവേഴ്സ് എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓഫ് റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹിമാലയൻ ഡ്രെയിനേജ്, രണ്ടാമത്തത് പെനിൻസുലാർ. ഓക്കെ, ഹിമാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് അവസാനം ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഡ്രെയിനേജിൽ ചെന്ന് അവസാനിക്കുന്ന റിവേഴ്സിനെ ഹിമാലയൻ ഡ്രെയിനേജ് എന്നും, ഈ പെനിൻസുലാർ പ്ലാറ്റു അല്ലെങ്കിൽ ഇവിടെ ഈ പെനിൻസുലാർ റീജിയനിലുള്ള ഏതെങ്കിലും ഒരു മൗണ്ടൻസിൽ, ഇപ്പോൾ ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പെരിയാറുണ്ട്, അതെവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഇത് ഏതിനകത്തായിരിക്കുന്നത്? പെനിൻസുലാർ പ്ലാറ്റുവിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പെനിൻസുലാർ പ്ലാറ്റുവിൽ അവിടെ ഇവിടെ കേട്ടത് ഇവിടെ ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഇവിടെ വിന്ധ്യ റീജിയൻ ഉണ്ട്, പിന്നെ ഇവിടെ ശതപുര അതേപോലെ തന്നെ റീജിയൻ ഉണ്ട്. അങ്ങനെ ഇവിടെ അരാവല്ലി ഉണ്ട്, അരാവല്ലിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കുറേയധികം റിവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പെനിൻസുലാർ പ്ലാറ്റുവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെ പെനിൻസുലാർ റിവേഴ്സ് എന്നും, ഹിമാലയൻ റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെ ഹിമാലയൻ റിവേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് വിളിക്കുക. ഇനി ഈ ടൈപ്പ് ഓഫ് റിവേഴ്സിനെ 2 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പെരിനിയലും പിന്നൊന്ന് എപ്പിഫെർമലും. പെരിനിയൽ റിവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഇയർ അതിൽ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് സോഴ്സ് ത്രൂ ഔട്ടാണ്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇയറിൽ അതിന് ഫുൾ ടൈം റിവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവും. എന്നാൽ എപ്പിഫെർമൽ റിവേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സീസണിൽ മാത്രമേ റിവേഴ്സിനകത്ത് എന്തുണ്ടാവുള്ളൂ? വെള്ളം ഉണ്ടാവുള്ളൂ. ഇപ്പം നല്ല വേനൽക്കാലമോ ഡ്രൈ സീസണോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് റിവേഴ്സ് എല്ലാം എന്ത് ചെയ്യും? ഡ്രൈ അപ്പാവും, വറ്റി വരലും. ഭാരതപ്പുഴ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കാലത്താണെങ്കിൽ പട്ടാമ്പി കോസ്വേ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് ഇത് ഒഴുകുക. എന്നാൽ അതേ റിവർ തന്നെ നമ്മൾ വേനൽക്കാലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്രിക്കറ്റ് കളിക്കാനായിട്ട് പറ്റും. അത്രയധികം സ്ഥലമുണ്ട്. ഓക്കെ, അപ്പം ഭാരതപ്പുഴ ഏത് ടൈപ്പ് ഓഫ് റിവർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഉത്തരമായിരിക്കും പറയുക? എപ്പിഫെർമൽ റിവേഴ്സ് എന്നാണ് പറയുക. മറ്റേ ഹിമാലയൻ റിവേഴ്സ് അല്ലെങ്കിൽ ഗംഗ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര തുടങ്ങിയിട്ടുള്ള നദികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നദികളൊക്കെ ഏത് സെക്ഷനിലാണ് വരുന്നത്? പെരിനിയൽ റിവേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സൊക്കെ ഓൾമോസ്റ്റ് എന്ത് റിവേഴ്സാണ്? പെരിനിയൽ റിവേഴ്സാണ്. അതെന്തുകൊണ്ടാണ് ഹിമാലയൻ റിവേഴ്സ് പെരിനിയലായത്? ഇപ്പോൾ ഹിമാലയത്തിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിമാലയൻ റീജിയൻസിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 6000 മേലെയാണ് ഹൈറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രത്യേകത ഉണ്ടാവുക? അവിടെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ഉണ്ട്. അപ്പം വർഷകാലത്താണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? മഴ ഉണ്ടാവും. അപ്പോൾ മഴയിൽ നിന്നുള്ള വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലോ, വേനലിൽ ഈ പറഞ്ഞ പോലുള്ള സ്നോ ഉരുകിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മഞ്ഞ് ഉരുകിയിട്ട് അവിടെ നിന്നുള്ള വെള്ളവും ഉണ്ടാവും. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ടിനും എന്തുണ്ട്? സോഴ്സ് ഉണ്ട്. ഇപ്പം വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ സ്നോ മെൽറ്റ് ചെയ്ത് കിട്ടുന്ന സോഴ്സ്, മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ മഴയിൽ നിന്നുള്ള വെള്ളം. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ ഈ പറഞ്ഞിട്ടുള്ള റിവേഴ്സിലൊക്കെ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. എന്നാൽ നേരെ മറിച്ച് പെനിൻസുലാർ റീജിയൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഹിമാലയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. കൂടെ മഞ്ഞുണ്ടോ? ഇല്ല. പിന്നെ ഏത് സ്രോതസ്സാണുള്ളത്? മഴക്കാലം. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാവുന്ന കുറേ അധികം എന്താണ്? റിസർവോയർ നിറഞ്ഞു കവിയുമ്പോൾ അതിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് വരുമ്പോഴാണ് മഴക്കാലത്ത് ഈ പെനിൻസുലാർ റിവേഴ്സ് എന്താവുന്നത്? ആക്റ്റീവ് ആവുന്നത്. അല്ലാത്ത സമയത്ത് ഇത് വിൽ ബി ഓൾമോസ്റ്റ് സീറോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നീർച്ചാൽ പോലെയാണ് അത് വരുന്നത്. കാരണം എന്താണ്? ഇത് റെയിൻ ഫെഡ് സോഴ്സാണ്. നേരെ മറിച്ച് ഹിമാലയൻ റീജിയൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെയിൻ ഫെഡുമാണ്, സ്നോ ഫെഡുമാണ്. അതുകൊണ്ട് ഹിമാലയൻ റിവേഴ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെരിനിയൽ റിവേഴ്സും, നമ്മുടെ റിവേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പിഫെർമൽ റിവേഴ്സുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, എപ്പിഫെർമൽ റിവേഴ്സും ആണ്. ഓക്കെ, ശരി. ഇനി ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട റിവേഴ്സാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ്. അതിലൊന്ന് ഇൻഡസ് റിവറാണ്. ഇൻഡസ് റിവർ. രണ്ടാമത്തത് ഗംഗ റിവർ.
മൂന്നാമത്തേത് ഏതാ? മൂന്നാമത്തേത് ബ്രഹ്മപുത്ര റിവർ. അങ്ങനെ ഈ 3 റിവേഴ്സാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ടോപ്പോഗ്രഫി എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ റിവേഴ്സിൻ്റെ ബേസിൻസ് ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ഇൻഡസ് ബേസിൻ, ഇൻഡസ് റിവേഴ്സിൻ്റെ ബേസിൻ, ഇൻഡസ് ബേസിൻ. ഗംഗ റിവറിൻ്റെ ബേസിൻ, ഗംഗാ ബേസിൻ. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര റിവറിൻ്റെ ബേസിൻ, ബ്രഹ്മപുത്ര ബേസിൻ. ഓക്കെ. പക്ഷെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ വളരെ പണ്ടുള്ള ഓക്കെ മിയോസിൻ പീരീഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിയോസിൻ പീരീഡിൻ്റെ സമയത്ത്, മിയോസിൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ മാമൽസൊക്കെ ഉണ്ടായി തുടങ്ങുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മിയോസിൻ പീരീഡ് എന്ന് പറയുക. അത് കഴിഞ്ഞ് എന്ത് പീരീഡും കൂടി ഉണ്ട്, അതിനുശേഷം എന്ത് പീരീഡും കൂടി വന്നിട്ടുണ്ട്? പ്ലീസ്റ്റോസിൻ പീരീഡും കൂടിയുണ്ട്. അതിനുശേഷം എന്തുണ്ട്? പ്ലീസ്റ്റോസിൻ പീരീഡും കൂടിയുണ്ട്. അപ്പോൾ ഈ മിയോസിൻ പീരീഡിൽ ഇവിടെ ഇന്ത്യയിൽ ഒരു സിംഗിൾ ലാർജ് റിവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ ഇവിടെ ബ്രഹ്മപുത്ര അതേപോലെ ഒറിജിനേറ്റ് ചെയ്തത് ബ്രഹ്മപുത്ര ഇങ്ങോട്ട് വരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇൻഡസ് റിവർ അതും ഇതേപോലെ വരുന്നു. ഈ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്ത് ഇതുപോലെ പാരലായിട്ട് പാസ് ചെയ്ത അവസാനം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേര് റാൻ ഓഫ് കച്ചാണ്. അപ്പോൾ ഈ റാൻ ഓഫ് കച്ചിൽ വന്ന് അവസാനിക്കുന്ന തരത്തിൽ ഒരു ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ള റിവറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ശിവാലിക് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ റിവറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ഈ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇവിടെ ചെറുതായിട്ട് എന്ത് സംഭവിച്ചു? ഇത്രയും ഭാഗത്ത് ചെറിയൊരു ഡിപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ള ചുറ്റുള്ള പരിസരങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത്രയും ഭാഗത്തിനെ മാൾഡ ഗ്യാപ്പ് എന്നാണ് പറയുക. ഇത്രയും ഭാഗത്തിന് എന്തെന്ന് പറയാം? മാൾഡ ഗ്യാപ്പ്. ഈ ഒരു നിയർ റീജിയനെ നമ്മൾ എന്തെന്ന് പറയാം? മാൾഡ ഗ്യാപ്പ് എന്നാണ് പറയുക. ഈ മാൾഡ ഗ്യാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും താന്നൊരു പ്രദേശമാണ്. ഈ ചുറ്റുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് നല്ല താന്നുള്ള പ്രദേശമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇതൊക്കെ അതിലും താഴ്ചയുള്ളൊരു സ്ഥലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കെ അവിടെ നിന്നുള്ള കണക്ഷൻ വിട്ട് എന്ത് ചെയ്തു? ചില റിവേഴ്സ് ഇൻഡസ് റിവർ ആ ഭാഗത്തേക്ക് പോയി, ഗംഗ എന്ത് ചെയ്തു? ഈ ഭാഗത്തേക്കും, ബ്രഹ്മപുത്ര ഈ ഭാഗത്തേക്കുമായിട്ട് വന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ എന്ത് സംഭവിച്ചത്? 3 ഡിഫറൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റംസ് ഉണ്ടായത്. അപ്പോൾ ആദ്യം പറഞ്ഞ സംഗതി എന്താ? ആദ്യം നമ്മളെന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യം മിയോസിൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലീസ്റ്റോസിൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഐസ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിയോസിൻ പീരീഡിൽ ഇന്ത്യയിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു സിംഗിൾ ലാർജ് റിവർ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അതിനെ ശിവാലിക് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതായത് ഈ ശിവാലിക് മൗണ്ടൻസിന് പാരലായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് ഉണ്ടായിരുന്നത്. ഇത് അവസാനം എവിടെ ചെന്ന് അവസാനിച്ചത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ചെന്ന് അവസാനിച്ചത്. എന്നാൽ അതിനുശേഷം ഫർദർ ടെക്ടോണിക് മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മാൾഡ ഗ്യാപ്പിൻ്റെ ഡിപ്രഷൻ കൂടുകയും ബാക്കിയുള്ള റിവേഴ്സ് അല്ലെങ്കിൽ 1-2 റിവേഴ്സ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ട് എന്തുണ്ടായി? വേറെ സെപ്പറേറ്റ് ബേസിൻസ് ഗംഗാ ബേസിനും അതേപോലെ തന്നെ ബ്രഹ്മപുത്ര ബേസിനും ഫർദറായിട്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം 3 ഡിഫറൻറ്റ് ബേസിൻസ് ഉണ്ടായി. ഒന്ന് ഇൻഡസ് ബേസിന്, ഗംഗാ ബേസിന്, അതേപോലെ തന്നെ ബ്രഹ്മപുത്ര ബേസിന്. അപ്പോൾ നമ്മൾ ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട 3 ബേസിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇൻഡസ് റിവർ ബേസിൻ, രണ്ടാമത്തത് ഗംഗാ റിവർ ബേസിൻ, മൂന്നാമത്തത് ബ്രഹ്മപുത്ര റിവർ ബേസിൻ. ഇതിൽ ബ്രഹ്മപുത്ര റിവർ ബേസിൻ്റെ ചെറിയൊരു സെക്ഷൻ മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. ബാക്കിയുള്ള സെക്ഷൻ മൊത്തം ചൈനയിലാണ്. ഇൻഡസ് റിവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ് റിവറിൻ്റെയും ചെറിയൊരു സെക്ഷൻ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ബാക്കിയുള്ള ഭൂരിഭാഗവും പാകിസ്ഥാനിലാണ്. ഇൻഡസ് റിവർ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ചെന്നിട്ടാണ് അവസാനിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഒരുവിധം എല്ലാ അഗ്രികൾച്ചർ നീഡ്സും ആരാണ് ഫുൾഫിൽ ചെയ്യുന്നത്? ഇൻഡസ് റിവറാണ്. അതുകൊണ്ടാണ് മറ്റേ ഇൻഡസ് റിവർ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന് വെള്ളം കുടിപ്പിച്ചു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിനകത്ത് കാണുന്നത്. കാരണം
പാകിസ്ഥാൻ്റെ മെയിൻ റിവർ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ് റിവറാണ്. പാകിസ്ഥാൻ്റെ ഒട്ടുമിക്ക അഗ്രികൾച്ചറൽ ലാൻഡ്സിലേക്കും അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിക്കും പവർ കൊടുക്കുന്നത് മൊത്തം ഏതിൽ നിന്നാണ്? ഇൻഡസ് റിവർ ബേസിനിൽ നിന്നാണ്. ആ ഇൻഡസ് റിവർ ബേസിൻ മെയിനായിട്ട് ആ ഇൻഡസ് റിവർ ബേസിനിലെ ബഹുഭൂരിഭാഗം റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള പല സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ വാറിന് പകരം ഇത്തരത്തിലുള്ള പല മെത്തേഡുകളും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺട്രീസ് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യക്കാണ് അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന റിവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല ഫ്ലഡൊക്കെ ഉള്ള സമയത്ത് കൂടുതൽ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? പാകിസ്ഥാൻ്റെ ഭാഗത്തിന് കൂടുതൽ ഫ്ലഡ് ചെയ്യിപ്പിക്കാം. അതല്ല, നല്ല വരൾച്ചയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അങ്ങനെയും ബുദ്ധിമുട്ടിപ്പിക്കാം. അപ്പോൾ അതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവും കൂടിയും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ്, അതായത് ക്രോസ് കൺട്രി റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള 3 സംഗതികൾ ഏതൊക്കെയാണ്? ഗംഗാ റിവർ ബേസിന്, ബ്രഹ്മപുത്ര ബേസിന്, ഇൻഡസ് റീജിയനാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.